അപ്പോൾ ഇന്നാണ് അലീന എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാൻ വേണ്ടി പോവാം. ഉരുളക്കിഴങ്ങാണെങ്കിൽ ഞാൻ ചുരണ്ടി കൊടുത്തു, ചെറുതായിട്ട് അരിഞ്ഞൊക്കെ കൊടുത്തു. അലീനയാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. കള്ളി ഇന്നലെ എന്നോട് പറഞ്ഞതാ നല്ല ടേസ്റ്റ് ആയിരുന്നു, ചേച്ചിക്ക് ഉണ്ടാക്കി തരാം. അപ്പൊ ഇന്നത്തെ കുക്ക് അലീന. കൂട്ടുകാര് കളിയാക്കുന്നത് ഇല്ല, തങ്കപ്പെട്ട കൂട്ടുകാർ, അതുകൊണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ ഉരുളക്കിഴങ്ങ് ചുരണ്ടി കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താ ഇടുന്നേ? അടുത്തായിട്ട് എന്താ ഇടുന്നേ? ഓക്കെ, ഇട്ടോളൂ. അടുത്തതായിട്ട് ചില്ലി പൗഡർ, വെതറി. പുറകീന്ന് പറയുന്നുണ്ട് ഗരം മസാല വേണം അലീനയോട്. അതൊന്നും വേണ്ട, കുറച്ചിരിക്കട്ടെ. ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയുടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിടിക്കണം അല്ലേ? ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ. അലീനയ്ക്ക് എല്ലാം കൈക്കണക്കാ, അതുകൊണ്ടാണ് എണ്ണയൊക്കെ അങ്ങനെ എടുക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല വീഡിയോ എടുക്കുമെന്ന്, ഞാൻ ചുമ്മാ ഇതിനങ്ങ് പറഞ്ഞത്. അങ്ങനെ എണ്ണയോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. വിതറിയിട്ട് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ പൊള്ളിയല്ലേ? അതെ, ഇവിടെ കണ്ട് തൊട്ടതാ. ഇവിടെ വക്കേ തൊട്ടല്ലേ? ടൈമറൊക്കെ വെച്ച് സെറ്റാക്കി റെഡിയാക്കി എടുക്കുക. 18 മിനിറ്റ്. അപ്പോൾ ഇനി ഇത് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് കാണാം. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് എല്ലാം ഇച്ചിരി ഉള്ളൂ എടുത്ത് വന്നപ്പോഴത്തേനല്ലേ. റെഡി ആയോ? ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അലീന സ്പെഷ്യൽ മസാല ഫ്രഞ്ച് ഫ്രൈസ്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയെന്ന് പറയാം അല്ലേ? അതല്ലേ നീ പറയുന്നേ? റെഡി. ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. ക്രിസ്പിയാ, ടേസ്റ്റ് ഉണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി പോലായിരുന്നേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, മസാല ഫ്രഞ്ച് ഫ്രൈസ് അലീന സ്പെഷ്യൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി, ബൈ.